അസ്സലാമലൈക്കും. ജിദ്ദ മോലു വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നുള്ളത് വേറൊരു അക്കോമഡേഷനിലാണ്. പിന്നെ അസീസിയ നമ്മുടെ ഈ ബഹളങ്ങളും ഒരുക്കങ്ങളും കാണുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ആദ്യം നമുക്ക് ആരൊക്കെ ഉള്ളതെന്ന് നോക്കാം. എൻ്റെ പേര് ഇക്ബാൽ, ആലപ്പുഴ ജില്ലയിലെ ഡോക്ടർ മീൻ വർക്കിംഗ് സമീറ ക്ലിനിക് അറ്റ് അസീസിയ ഫ്രം ആന്ധ്ര. ഞാൻ അഖിലേക്ക് കേരളത്തിൽ. എൻ്റെ പേര് അനിൽകുമാർ, തിരുവനന്തപുരം. ഞാൻ അലി, തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി. ഞാൻ ഹബീബ്, ആലപ്പുഴ ജില്ലയിൽ കായംകുളം. ഞാൻ സൈദലവി പട്ടിക്കാട്. मोहम्मद आलम बांग्लादेश. मोहम्मद इब्राहिम बांग्लादेशी. आरिफ खान अफरीदी पाकिस्तान. अस्सलाम वालेकुम, अकील अहमद पाकिस्तान हरीपुर. ഇന്നത്തെ സർപ്രൈസ് എന്താ നോക്കിയാലോ. നമ്മുടെ നാടൻ തലശ്ശേരി ദം ബിരിയാണി. മസാല കാണുന്നുണ്ട്. തമ്മന സ്മെല്ല്. എൻ്റെ പൊന്നോ, മട്ടൻ ബിരിയാണി. ആൾക്കാർ ക്ഷമയില്ലാണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ടേബിൾ കൊണ്ടേക്കാം. അൻസാർ ഭായിൻ്റെ ഫൈനൽ ടച്ചപ്പ്. ബിരിയാണി ഇങ്ങനെ കാണുമ്പോൾ വായിൽ കപ്പലോടാനുള്ള വെള്ളം എത്തിയേ. अस्सलामुअलैकुम रहमतुल्लाहि व बरकातुहू. ये जो दावत है हमारी तरफ से, एक दावत है. दावत का मकसद यही है कि एक दूसरे के साथ मिलजुल के एक इत्तेफाक भाईचारा कायम करना, और बड़ी अच्छी दावत की है सर ने. और ये हमारे जो खाना जिन्होंने बनाया है मुबशिर भाई है, और इनका अपना चैनल है जिद्दा मल्लू ब्लॉग. तो बराए मेहरबानी इस चैनल को सब्सक्राइब करें, लाइक करें और दूसरों के साथ शेयर करें. अलग अलग भाषा में സൂപ്പർ മുബഷിർ, അടിപൊളി শরৎ ভাই ভালো, অনেক ভালো বিরিয়ানি বানিয়েছে, খুব ভালো হয়েছে. ഡോക്ടർ മീർ ഏർപ്പാടാക്കിയ പാർട്ടി എന്നത് അദ്ദേഹം നമ്മളെ ഏൽപ്പിച്ച ഈ ദൗത്യം 100% വിജയമാക്കിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നില്ല കേട്ടോ. നിങ്ങൾ ഈ ചോറും മട്ടൺ നോക്കിയിട്ട് എത്ര അടിപൊളിയായിട്ട് മസാല പിടിച്ചിട്ടുണ്ടെന്ന്. ഒന്നൊന്നര ബിരിയാണി ആട്ടോ ഇത്. നമുക്ക് ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം മട്ടൺ നന്നായിട്ട് വേവിക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ഒരു മീഡിയം വേവായി കഴിഞ്ഞാൽ നമ്മളിത് മാറ്റി വെക്കണം. ഇത് വേവിച്ച വെള്ളം നമ്മൾ കളയാൻ പാടില്ല, കാരണം നമുക്ക് ചോറാക്കാനും മസാലയാക്കാനും ആവശ്യമുണ്ട്. ബാക്കിയുള്ള കൂട്ടുകൾ നോക്കിയാലോ. ഇനി നമുക്ക് ഉള്ളി എങ്ങനെയാണ് പൊരിച്ചെടുക്കാം. വറുത്ത് ഏകദേശം ഒരു ഗോൾഡൻ കളറായി നമുക്കിത് മാറ്റി വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഈ ഓയിലിൽ തന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച സ്റ്റോക്ക് വാട്ടർ കുറച്ച് ആഡ് ചെയ്യണം. മസാല റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് വേവാണ് കേട്ടോ, നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ബിരിയാണി റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം.
നമ്മൾ ഈ കാണുന്ന വെള്ളത്തിൽ നേരത്തെ സ്റ്റോക്ക് വാട്ടർ ഉണ്ട് കേട്ടോ, അതാണ് വെള്ളത്തിൻ്റെ കളർ. അങ്ങനെ അത് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കാൻ മറക്കണ്ടേ. നമുക്കിനി അരി കഴുകിയെടുക്കാം. വെള്ളം തിളക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കഴുകി വെച്ച അരി ഇതിലേക്ക് ചേർക്കാം. നമ്മുടെ ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാം. സെയ്ദ് ഖാൻ്റെ ഹക്കീം ഖാൻ്റെയും കട്ട സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കണ്ടോളി. അപ്പോൾ നമ്മുടെ ദമ്മ് റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ചെറിയ ചൂടിൽ ദമ്മ് കയറ്റുക. അപ്പോൾ നമ്മുടെ ദം ബിരിയാണി റെഡിയാവും. അതിനിടക്ക് നമ്മുടെ റായ്ത്ത റെഡിയാക്കി വെച്ചു നമ്മുടെ ടീം. ഡോക്ടർ മീർ കൊണ്ടുവന്ന സ്വീറ്റാണ്, അതും അടിപൊളിയായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഏകദേശം കഴിയാനായി. അപ്പോൾ ഈ വീഡിയോ ഇന്നത്തെയാണ്. ബൈ ബൈ. സുഹൃത്തുക്കളെ, ഇന്നിവിടെ നല്ല രീതിയിൽ ബിരിയാണി കാഴ്ചവെച്ച ബഷീർ പല്ലു ബ്ലോഗ് ചിന്തയ്ക്കും നമ്മുടെ കോർപ്പറേഷൻ്റെ പേരിൽ ഞാൻ ഹാർദമായി നന്ദി പറഞ്ഞു രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒപ്പം ഡോക്ടർ മീറിൻ്റെ സഹായത്തിൽ നടത്തുന്ന ഈ വിരുന്ന് സത്കാരത്തിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു.